അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഹദീദ് 24 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. പിന്നെ നമ്മൾ മനസ്സിലേണ്ട ഒരു വിഷയം ഉണ്ടാവും. പിന്നെ ഒരു ഇസ്ലാമിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു യുദ്ധ സന്ദർഭത്തിൽ കുറച്ച് മുസ്ലിങ്ങളെങ്കിലും പൂർണ്ണമായി സമർപ്പിക്കാതെ മാറി നിൽക്കുമ്പം പിന്നെ അവർക്ക് പിന്നെ കുറേ കൂടെ സമർപ്പിക്കാൻ ഉള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും പാഠങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിം ആയിരിക്കെ തന്നെ കൂടുതൽ സമർപ്പിതമാകുന്ന മുസ്ലിമാകുന്ന കുറേ ക്യാരക്ടേഴ്സാണ് അള്ളാഹു ഇതിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ അറിവ്, വിശ്വാസം, അമല് സാലിഹാത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ദിക്ർ, പിന്നെ അതേപോലെ സിദ്ക്ക്, ഷഹാദത്ത്, ഇതൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സായിട്ട് പഠിച്ചാണ്. സാബിഖു, മത്സരിച്ച് മുന്നേറുക, ഇതാണ് ഈ സൂറത്തിൻ്റെ ഒരു വിഷയം. കുറേ സ്വഭാവങ്ങൾ. രണ്ടാമത് ഈ സൂറത്തിൻ്റെ വിഷയം പിന്നെ അങ്ങനെ സമർപ്പിക്കാൻ വേണ്ടി നമുക്ക് ജീവിതത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തെ വിഷയം. അപ്പം അതിലാണ് എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചത്. പിന്നെ ഈ ലോകത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് ഈ സൂറത്ത് പറയുന്നുണ്ട്, പരലോകത്തിൻ്റെ വലുപ്പം. പിന്നെ അടുത്ത രണ്ടായത്തുകൾ, പിന്നെ ആ രണ്ടായത്തുകൾ ഇതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാം എന്തിനാണ്, പിന്നെ ഈ ലോകത്ത് ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ആയത്തിറങ്ങിയ സന്ദർഭം നമ്മുടെ മനസ്സിൽ വേണം. ഒരു യുദ്ധ സന്ദർഭമാണ്. കാരണം ഈ ആയത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്. യുദ്ധ സന്ദർഭത്തിൽ കൂടുതൽ ആൾക്കാരോട് സമർപ്പിക്കാൻ പറയുന്ന ആയത്താണ്. രണ്ട്, ഈ ആയത്ത് ഡീൽ ചെയ്യുന്നൊരു പ്രശ്നം സമർപ്പണത്തിൻ്റെ പ്രശ്നമാണ്. ഇത് രണ്ടും നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോഴാണ് പിന്നെ ഇനി പറയുന്ന ആയത്തുകൾ നമുക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് പോയാൽ 25-ാമത്തെ ആയത്ത്, ലഖദ് അർസൽന റുസുലന, തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ അർസൽന, അയച്ചു, ബിൽ ബയ്യിനാത്ത്. ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ഒരു കൺസെപ്റ്റാണ്. ബയ്യിന, ബന, യബീനു എന്നൊക്കെ പറയുന്നത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നതിനാണ് ബയ്യിനാത്ത് എന്ന് പറയാം. ശരിക്കും അതിൻ്റെ ഒരു നേരെയുള്ള അർത്ഥം വ്യക്തമായ തെളിവ് എന്നാണ്. എവിഡൻസ്, വ്യക്തമായ തെളിവ് എന്നാണ് അർത്ഥം. അപ്പോൾ വ്യക്തമായ തെളിവ് എന്താണ്? ശരിക്കും സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതാണ് തെളിവ്. അതുകൊണ്ടാണ് ബയ്യിനാത്ത് അങ്ങനെ വരുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നത് ലഖദ് അർസൽന റുസുലന, നാം എന്ത് ചെയ്തു, റസൂലും പിന്നെ ദൂതന്മാരെ അയച്ചു. എന്തും കൊണ്ട്? ബയ്യിനാത്ത്, വ്യക്തമായ തെളിവും കൊണ്ട്. അൻസൽന, പിന്നെ ഇറക്കുകയും ചെയ്തു. മഅഹും, അവരുടെ കൂടെ എന്ത്? അൽ കിതാബ്, കിതാബും. അപ്പം എന്ന് വെച്ചാൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ, തൗറാത്ത് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ബയ്യിനാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ അവർ കൊണ്ടുവന്ന പലതരം തെളിവുകളാണ്. അവർ തന്നെ വിശദീകരിക്കുന്നത്, പിന്നെ ചില പ്രവാചകന്മാർ കാണിക്കുന്ന അത്ഭുതങ്ങൾ, ഇതൊക്കെ ബയ്യിനാത്തിൽ പെടുന്നതാണ്. അൻസൽന മഅഹുൽ കിതാബ്, അതോടൊന്നിച്ചുള്ളൊരു പിന്നെ വളരെ എന്താണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു പ്രധാന വിഷയം അള്ളാഹ് പറയുന്നത് അവരുടെ കൂടെ തന്നെ വൽ മീസാൻ. മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസാണ്, ബാലൻസ്. തുലാസ് ഉണ്ടല്ലോ, നമ്മളെന്തെങ്കിലും പിന്നെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുലാസ്. അപ്പോൾ പ്രവാചകന്മാരുടെ കൂടെ അള്ളാഹു അയച്ച എന്തൊക്കെയാണ്? വ്യക്തമായ തെളിവ്, ബയ്യിനാത്ത്, കിതാബ്, ഖുർആൻ. അതേപോലെ തന്നെ എന്തുണ്ട്? മീസാൻ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ ഖിസ്തിൽ നിലകൊള്ളുവാൻ വേണ്ടിയാണ്. എന്താണ് ഖിസ്ത് എന്ന് പറഞ്ഞാൽ? പിന്നെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥങ്ങൾ ഇതിൽ ഉണ്ടാകുക നീതി എന്നാണ് ഉണ്ടാകുക. ഖിസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും അതിൻ്റെ അർത്ഥം തുല്യമാക്കുക എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും ഒരേപോലെ ആക്കുന്നതിനെയാണ് ഖിസ്ത് എന്ന് പറയുക. അതേപോലെ ന്യായം, ഫെയർ എന്ന് പറയില്ല ഇംഗ്ലീഷിൽ, FAIR, ഫെയർ, അതൊക്കെ ഖിസ്താണ്. ഖുർആനിൽ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നീതിക്ക് രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ഒന്ന് അദിലാണ്, രണ്ട് ഖിസ്താണ്. അദിലായിരിക്കും നമ്മൾ അധികവും പിന്നെ കേട്ട് പരിചയിച്ചിട്ടുണ്ടാകുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദില് എന്ന് പറയുന്നത് നീതിബോധമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു മനുഷ്യൻ്റെ നീതിബോധത്തിനെയാണ് അദിൽ എന്ന് പറയുക.
ഖിസ്താണ് യഥാർത്ഥത്തിൽ എന്ത്? സാമൂഹിക നീതി. സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കിടയിലുള്ള നീതി, പിന്നെ കോർട്ടിലെ നീതി, ഇതൊക്കെ മനുഷ്യന്മാർ തമ്മിലും സമൂഹത്തിൽ നമ്മളെ അപ്ലൈ ചെയ്യുന്ന നീതിക്കാണ് എന്ത് പറയുക? ഖിസ്ത് എന്ന് പറയാം. മറ്റത് അതിലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ ഉള്ളിലെ സ്വഭാവത്തെ കുറിച്ചാണ്, നീതിബോധമാണ് ഖിസ്ത്. അപ്പോൾ പ്രവാചകന്മാരെ അയച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ്? ലോകത്ത് സമൂഹത്തിൽ നീതി ഉണ്ടാകുക എന്നുള്ളതാണ്. അതോടൊന്നിച്ച് അള്ളാഹു പറയുന്നത് അൻസൽനൽ ഹദീദ്, അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇരുമ്പ്, ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പും അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ കൂടെ ഇറക്കിയിരിക്കുന്നു. ഇറക്കി എന്നുള്ളത് ഖുറാനിൽ പിന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വരുന്നത് കൊണ്ട് മുകളിൽ നിന്ന് താഴെ എന്നുള്ള പ്രയോഗമാണ്. ഇരുമ്പ് നമുക്കറിയാം ഭൂമിയിൽ പിന്നെ എന്താണ്, ഇരുമ്പ് കോപ്പറൊക്കെ ഭൂമിയിൻ്റെ പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന കോഴ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. അൻസൽനൽ ഹദീദ ഫീഹി ബഅസും ഷദീദ്, ആ ഇരുമ്പിൽ എന്തുണ്ട്? കഠിനമായ ശക്തിയുണ്ട്. അതിനെന്താണ്? ആയോധന ശക്തിയുണ്ട്. വ മനാഫിഉ ലിന്നാസ്, അതേപോലെ ജനങ്ങൾക്ക് എന്തുണ്ട്? ഉപകാരവുമുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ആയത്ത് പറയുന്ന സന്ദർഭം ഒരു യുദ്ധ സന്ദർഭമാണ്. അപ്പോൾ ആ യുദ്ധ സന്ദർഭത്തിൽ കുറിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിടെ എന്തിനാ പറയുന്നത്? ഇരുമ്പിന് എന്തുണ്ട്? ഇരുമ്പിന് ആ ശക്തിയുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. അതേപോലെ ഇരുമ്പിന് എന്തുണ്ട്? ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട്. എന്തിനാണ്? എന്നിട്ട് അതിന്റെ ലക്ഷ്യം പറയാണ്. വലിയ അലമല്ലാഹു, അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടി, മൈ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ്, അദൃശ്യമായി അവനെ കാണാതെ തന്നെ ആരാണ് അവനെയും അവന്റെ റസൂലിനെയും സഹായിക്കുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവൻ ഹദീദ്, ഇരുമ്പ് ഇറക്കിയത് എന്നുള്ളതാണ്. ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളാണ്. ഖവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തനാണ്, അസീസ് എന്ന് പറഞ്ഞാൽ അതിജയിക്കാൻ കഴിയാത്തവനാണ്. 26-ാമത്തെ ആയത്ത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. വലക്കത് അർസൽന നൂഹം വ ഇബ്രാഹിം, തീർച്ചയായും നാം നൂഹിനെയും ഇബ്രാഹിമിനെയും എന്ത് ചെയ്തു? അയച്ചു. നൂഹ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് മാത്രം പറയുന്നതിനല്ല, പ്രവാചകന്മാരിൽ നിന്നും അതിൻ്റെ ഒരു മാതൃകയായിട്ട് രണ്ടുപേരെ പറഞ്ഞു എന്നേ ഉള്ളൂ. വലക്കത് അർസൽന നൂഹം വ ഇബ്രാഹിം വജഅൽനാ ഫീ ദുർരിയ്യതിഹിമാ അൻ-നുബുവ്വത വൽ കിതാബ്, എന്നിട്ട് അവർ ഇരുവരുടെയും പരമ്പരയിൽ സന്തതികളിൽ എന്താക്കി? പ്രവാചകത്വവും കിതാബും വേദഗ്രന്ഥവും നാം എന്ത് ചെയ്തു? ഏർപ്പെടുത്തി. ഫമിൻഹും മുഹ്തദ്, അവരുടെ കൂട്ടത്തില് പിന്നെ സന്മാർഗം പ്രാപിച്ചവരുണ്ട്. വ കസീറും മിൻഹും ഫാസിഖൂൻ, പക്ഷെ അവരിൽ അധിക പേരും ആരാണ്? ദുർമാർഗികൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ആയത്തുകളുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് അള്ളാഹു പറയുന്നത് ചരിത്രത്തിലുടനീളം എന്ത് വന്നിട്ടുണ്ട്? പ്രവാചകന്മാര് ലോകത്ത് അള്ളാഹു അയച്ചിട്ടുണ്ട്. അവരുടെ കൂടെ അള്ളാഹ് എന്തൊക്കെയാണ് അയച്ചത്? ബയ്യിനാത്ത്, തെളിവുകൾ, കിതാബ്, മീസാൻ, തുലാസ്. എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? നീതി ലോകത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അള്ളാഹ് പറയുന്നത് ഭൂമിയിൽ നീതി നടപ്പിലാക്കാനും അതേപോലെ മറ്റ് പ്രവർത്തനങ്ങൾക്കും, യുദ്ധമടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം എലമെന്റ്സ്, ഘടകങ്ങൾ ഭൂമിയിൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരുമ്പ്, കോപ്പർ, അലൂമിനിയം എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? ലോകത്ത് ഇതൊക്കെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് ലക്ഷ്യം? ഇത് വെച്ചുള്ള യുദ്ധമടക്കമുള്ള എല്ലാ പ്രവർത്തനത്തിലും ആരാണ് അള്ളാഹുവിനെ സഹായിക്കുന്നത് എന്നറിയാനും ആരാണ് അള്ളാഹുവിനെ എതിര് നിൽക്കുന്നത് എന്നറിയാനും. അതേപോലെ തന്നെ പിന്നെ അതിനുശേഷം അള്ളാഹു ഒരു ചരിത്ര യാഥാർത്ഥ്യം പറയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലോകത്ത് ധാരാളം പ്രവാചകന്മാർ നൂഹ് നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. പക്ഷെ ചരിത്ര യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എത്ര പ്രവാചകന്മാർ എത്ര ബയ്യനാത്തും കൂടി വന്നാലും അധിക മനുഷ്യരും അതിൽ വിശ്വസിക്കാതെ മാറി നിൽക്കുന്നവരും കുറച്ചു പേരെന്ത് ചെയ്യുന്നു? അതിൽ വിശ്വസിക്കുന്നവരുമാണ് എന്നതാണ് ഈ ആയത്തുകളുടെ ഒരു പാഠം എന്ന് പറയുന്നത്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തിലേക്ക് വന്നത് എന്നതിന് രണ്ട് ലക്ഷ്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഇസ്ലാമിൻ്റെ ലക്ഷ്യം മനുഷ്യരിൽ ആരാണ് സ്വർഗത്തിന് അർഹർ, ആരാണ് വിജയിക്കുന്നത്, ആരാണ് അള്ളാന്റെ മാർഗത്തിൽ എന്നറിയാണ്. ഇത് വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിയിലും ഇസ്ലാമിന്റെ ലക്ഷ്യം അതാണ് പറയുന്നത്. എന്താ പറയുന്നത്? പിന്നെ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ അള്ളാഹിനെ സഹായിക്കുന്നത്. അപ്പം വ്യക്തിപരമായിട്ട് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു ഈ ലോകത്ത് ഓരോ മനുഷ്യരിൽ നിന്നും സംസ്കരിച്ചുകൊണ്ട് ആരാണ് തിന്മ ചെയ്യുന്നവർ എന്ന പരീക്ഷണമാണ്. സമൂഹത്തിൽ ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താണ്?
ഖിസ്താണ്, നീതിയാണ് എന്നുള്ള 2 പാഠമാണ് ഈ ആയത്തുകൾ തരുന്നത്. നമുക്ക് ഒന്നാമത്തെ വിഷയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹദീദിനെ കുറിച്ച് ഈ ആയത്ത് അത് ജസ്റ്റ് പരാമർശിച്ചിട്ട് നമ്മളെ വിഷയത്തിലേക്ക് പോവാം. ഹദീദ് എന്ന് പറയുന്നത് പിന്നെ ഇരുമ്പാണ്. ഇവിടെ ഇരുമ്പ് പ്രത്യേകമായി ഉപയോഗിക്കാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭം യുദ്ധ സന്ദർഭമാണ്. അതുകൊണ്ടാണ് അൻസൽനൽ ഹദീദ ഫീഹി ബഅസും ഷദീദ് എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ ധാരാളം മൂലകങ്ങൾ എന്ന് പറയില്ല നമ്മൾ മലയാളത്തിൽ, എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോപ്പർ ആയാലും അലൂമിനിയം ആയാലും ഇതൊക്കെ ഭൂമിയിൽ നോക്കി ഭയങ്കര അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, മനുഷ്യൻ അതുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെറ്റലായിട്ടും പല രീതിയിൽ ഉപയോഗിക്കുന്നത്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും ആണ് കിട്ടുന്നത്. അത് ഉണ്ടാക്കിയതിന് ശാസ്ത്രം പല രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം മുകളിലെ എന്താണ് ഉൽക്കകൾ പൊട്ടിയിട്ട് അതിൻ്റെ ഭാഗമാണ്, നക്ഷത്രങ്ങൾ മരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഫോസിൽസ് ഇതൊക്കെ കൊണ്ടുണ്ടാകുന്നതാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൈകടത്തലില്ലാതെ മനുഷ്യർക്ക് ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ മെറ്റൽസ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടുന്നത് തന്നെ ദൈവമുണ്ട് എന്നുള്ളതിന് വലിയ തെളിവാണ്. അള്ളാഹു ഇവിടെ പറയുന്നത് പിന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഹദീദ് അടക്കമുള്ള എലമെന്റ്സ്, മൂലകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലോകത്ത് ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവയില്ലാതെ, യഥാർത്ഥത്തിൽ ഇതില്ലാതെ മനുഷ്യന്റെ ജീവിതം സാധ്യമാവുകയില്ല. നമ്മൾ ഈ കാണുന്ന ഒരു നാഗരികതയും സാധ്യമല്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ വെറുതെ കോർണിഷിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്സ് കാണാം, പലതരം വർക്കുകൾ കാണാം, കൺസ്ട്രക്ഷൻ വർക്കുകൾ കാണാം, നമ്മൾ തന്നെ വീട് കാണാം. ലോകം മുന്നോട്ട് പോകാനും ഒരു നാഗരികത ഉണ്ടാകാനും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതുപോലത്തെ കോപ്പറും അലൂമിനിയവും പിന്നെ എന്താണ് അയേൺ അടക്കമുള്ള സാധനങ്ങളില്ലെങ്കിൽ കഴിയില്ല. ഇവിടെ അള്ളാഹു പരാമർശിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാൻ കാരണം നമ്മളിപ്പം പിന്നെ ഈ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ചരിത്രത്തിൽ തന്നെ 3 ഘട്ടങ്ങളായിട്ട് ചരിത്രത്തിനെ വേർതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? അയേൺ, പിന്നെ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് മനുഷ്യർ പിന്നെ പലതരം ടൂൾസ് ഉണ്ടാക്കിയിട്ട് ഇതാക്കിയ, അതിൽ നിന്ന് കുറച്ചും കൂടി പുരോഗമിക്കുമ്പോഴാണ് ബ്രോൺസ് ഏജ് വരുന്നത്. ആ സമയത്ത് യുദ്ധങ്ങൾ നടക്കുന്ന എല്ലാതരം വെപ്പണുകളും ആയുധങ്ങളും ഉപയോഗിക്കുന്നത് കോപ്പർ കൊണ്ടാണ്, അധികവും ഉണ്ടാക്കിയത് കോപ്പർ കൊണ്ടാണ്. പക്ഷെ കോപ്പറിൻ്റെ ഒരു പ്രശ്നം എന്താണ്? കോപ്പറിൻ്റെ ഒരു പ്രശ്നം അത് ഭയങ്കര എക്സ്പെൻസീവുമാണ്, അവൈലബിലിറ്റി വളരെ കുറവാണ്. പിന്നെ അയേൺ ഏജ് വരുന്നത്, ഹദീദ് അയേൺ ഏജ് വരുന്നത്. അയേൺ ശരിക്കും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ടൂൾസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നിടത്തു നിന്നുള്ളതാണ് വളരെ വ്യാപകമായിട്ട് നമുക്ക് ഇത്തരങ്ങൾ ടൂളുകൾ യുദ്ധത്തിൽ തന്നെ ധാരാളമായിട്ട് ഇങ്ങനെ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം അയേണിൻ്റെ അവൈലബിലിറ്റി, പിന്നെ ലോകത്ത് തന്നെ 4ാമത് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ഭൂമിയിൽ അയേണാണ്. അപ്പോൾ അയേൺ ഉണ്ടാകുമ്പോൾ എക്സ്പെൻസ് കുറവാണ്. അതേപോലെ തന്നെ അപ്പോൾ അള്ളാഹ് ഇവിടെ പരാമർശിക്കാൻ കാരണം യുദ്ധ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് വാളും ഇതൊക്കെ പരാമർശിക്കാണ്. അള്ളാഹു ഹദീദ് ഇറക്കി എന്നത് പറയുന്നത് തന്നെ എന്താണ്, സൃഷ്ടിപ്പിന്റെ ഒരു അത്ഭുതമാണ്. ക്ലിയറാന്ന് വിചാരിക്കുക. ഇനി രണ്ടാമത്തെ വിഷയം, എല്ലാ സന്ദർഭങ്ങളും ഈ മുസ്ലിങ്ങളോട് അള്ളാഹ് പറയാണ്. ആരോട്? മദീനയിലുള്ള മുസ്ലിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളതൊരു യുദ്ധ സന്ദർഭമാണ്. ആ യുദ്ധത്തിൽ നിങ്ങൾ ഇറങ്ങാനാണ് പ്രവാചകൻ നിങ്ങളെ വിളിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭവും ഞാൻ ഇട്ടു തരുന്നതിന്റെ പിന്നെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് അള്ളാന്റെ മാർഗത്തിൽ നിൽക്കുന്നത്, ആരാണ് അവനെതിരെ നിൽക്കുന്നത് എന്നറിയാൻ പോലെ. സന്ദർഭം പ്രസക്തമല്ല. നമുക്ക് പലതരം സന്ദർഭം അള്ളാഹു ഇട്ട് തരും. നമുക്ക് ജോലി ഇല്ലാത്തൊരു സന്ദർഭം അള്ളാഹു ഇട്ട് തരും, ജോലി ഉള്ള സന്ദർഭം ഇട്ട് തരും, മരണ സന്ദർഭം നമ്മുടെ മുന്നിൽ ഇട്ട് തരും, ജീവിന്റെ ഒരു പുതിയ കുട്ടി ജനിക്കുന്ന സന്ദർഭം അള്ളാഹ് ഇട്ട് തരും. അള്ളാഹു പറയുന്നത് ഈ സന്ദർഭങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ സന്ദർഭം പ്രസക്തമല്ല, അതിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. ഇപ്പൊ ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിന്റെ തുടക്കത്തിലും വിശ്വാസികളാണ് വിജയിച്ചത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ബദർ യുദ്ധത്തിൽ ഭൗതികമായിട്ടും ആരാ വിജയിച്ചത്? മുസ്ലിങ്ങളാണ്. പക്ഷെ ഉഹദ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ആരാ ജയിക്കുന്നത്? ഭൗതികമായിട്ട് മുസ്ലിങ്ങൾക്ക് പരാജയമായിരുന്നു. പക്ഷെ അവിടെയും വിജയിക്കുന്ന ആരാണ്? മുസ്ലിങ്ങൾ. ഞാൻ പറയുന്നത് മനസ്സിലാണ്. അതെന്ന് വെച്ചാൽ ഹിജ്റയിൽ എല്ലാം നഷ്ടമായി മുസ്ലിങ്ങൾ പോകുമ്പോഴും പ്രവാചകൻ എന്താ ചെയ്യുന്നത്? അവിടെ വിജയിക്കുക ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദർഭമല്ല പ്രധാനം, ഭൗതികമായിട്ട് റിസൾട്ട് ജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രധാനം. അള്ളാഹു നോക്കുന്നത് അള്ളാന്റെ മാർഗത്തിൽ ആരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗസ വിജയമാകുന്നത്. ഗസയിലെ ഓരോ മനുഷ്യരും വിജയമാകാൻ കാരണം ഭൗതികമായിട്ട് നമ്മൾ അളന്നു കഴിഞ്ഞാൽ അത് പരാജയമായിരിക്കും. പക്ഷേ അള്ളാഹു പറയുന്നത് ഒരു സന്ദർഭത്തിൽ അള്ളാന്റെ മാർഗത്തിൽ ആരാണ് നിൽക്കുന്നത് എന്ന് നോക്കാനാണ് അള്ളാഹു ലോകത്തിലെ എല്ലാ സന്ദർഭങ്ങളും ഇട്ടു തരുന്നത്. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളെ മുന്നിലൊരു സന്ദർഭം വരുമ്പം നമ്മൾ ഭയങ്കര ഫോക്കസ് കൊടുക്കുന്നത് ആ സന്ദർഭത്തിനും അതിലെ റിസൾട്ടിനുമാണ്. അതിൽ ഭൗതികമായിട്ടുള്ള റിസൾട്ടിന് ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഭയങ്കര എക്സ്ട്രീം ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഭയങ്കര സാഡ്. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താകാതിരിക്കാൻ, ഭയങ്കര സന്തോഷമോ ഭയങ്കരമായി ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാൻ്റെതാണ് എല്ലാ ആസൂത്രണവും എന്നുള്ള പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇസ്ലാമിൻ്റെ സാമൂഹിക ലക്ഷ്യമാണ്. ഇസ്ലാം ഈ ലോകത്ത് മനുഷ്യരിൽ ഉണ്ടാക്കാൻ നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവരെ നയിക്കാനാണ്, ഹിദായത്താണ്. പക്ഷെ സമൂഹത്തിൽ, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും, സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ സുന്ദരമായിട്ടും വളരെ കൃത്യമായിട്ടും അള്ളാഹ് പറയുന്നത് നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ത്, ക്രിസ്തു നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അയച്ചതുപോലും. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകന്മാർ കിതാബുമായിട്ട് വന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിൽ നീതി നടപ്പിലാക്കാനാണെന്ന് പറയുമ്പം നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ എത്രത്തോളം മാറണം എന്നുള്ളതും നമ്മൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിൽ എത്രത്തോളം മാറ്റം വരണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളെയും നിയമങ്ങളുടെയും സാമൂഹിക ലക്ഷ്യം എന്താണ്? നീതിയാണ് എന്നാണ്. ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇസ്ലാമിലെ ഒരു നിയമവും ആ നിയമം കൊണ്ട് നീതി ഉണ്ടാകുന്നില്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കുന്നത് തന്നെ നിരർത്ഥകമാണ്. ഇപ്പം മഖാസിദ് ശരിയയിലൊക്കെ, മഖാസിദ് ശരിയ എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ ലക്ഷ്യങ്ങൾ. അതിലൊരു ഉദാഹരണമാണ് ഉമർ റളിയല്ലാഹു അൻഹു കൈവെട്ട് നിയമം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത്. നമുക്കറിയാവുന്നതാണ് ചരിത്രം. എന്തുകൊണ്ടാണ് നിർത്തിവെച്ചത്? കട്ടവനെ, ഒരു കട്ടയാളെ, ഒരു കള്ളനെ കൊണ്ടുവന്നപ്പം ആ കള്ളന്റെ ന്യായം അയാൾക്ക് അല്ലാതെ കഴിക്കാനുള്ള അവസ്ഥ സമൂഹത്തിലില്ല എന്നുള്ളതായിരുന്നു. അപ്പം സമൂഹത്തിൽ അങ്ങനെ അവസ്ഥയില്ലാതെ വെറുതെ ഡ്രൈ ആയിട്ട് നിയമം നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കൂല? ആ നിയമം കൊണ്ട് ഉണ്ടാവേണ്ടുന്ന നീതി നടപ്പിലാവില്ല. നീതി നടപ്പിലാകാതെ നിയമം നടപ്പിലാക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് ആ പറയുന്നത്. എന്ന് വെച്ചാൽ വളരെ നമ്മളിപ്പോൾ ഈ ശരീഅത്ത് നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അഫ്ഗാന്റെ ഒക്കെ വിഷയം വരുമ്പം, താലിബാന്റെ ഒക്കെ വിഷയം വരുമ്പോൾ പെട്ടെന്ന് ഒരു രാജ്യത്തിൽ ശരീഅത്ത് നടപ്പിലാക്കുക എന്ന ചർച്ച വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കുന്നത് ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുക. ഇസ്ലാമിന്റെ ലക്ഷ്യമേ അതല്ല. ഇസ്ലാമിന്റെ ഈ നിയമങ്ങളൊക്കെ നടപ്പിലാകണമെങ്കിൽ സമൂഹം അതിന് മെച്ചൂർഡായിരിക്കണം. ആ സമൂഹത്തിൽ നീതി നടപ്പിലാകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവും മാത്രമേ ഇസ്ലാമിലെ ഏത് നിയമവും നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമും വെറും മതമായിട്ട് മനസ്സിലാക്കും. ഇസ്ലാമിന്റെ ലക്ഷ്യം സമൂഹത്തിൽ നീതി നടപ്പിലാക്കാനല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ, നമ്മൾ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പം കുറേ താടി കാണാം, കുറേ തൊപ്പി കാണാം, കുറെ പള്ളി കാണാം, കുറെ കർമ്മങ്ങൾ കാണാം, ആചാരങ്ങൾ കാണാം, പ്രത്യേകതരം ഹിജാബ് വസ്ത്രങ്ങൾ കാണാം. ഇതൊക്കെയാണ് ആൾക്കാർ കാണുക. നിങ്ങൾ ആലോചിക്കുക, ഓരോ ആരാധന കഴിഞ്ഞിട്ടും ഇറങ്ങുന്ന ആൾ നീതി നടപ്പിലാക്കുന്നവനാണ് എന്ന ബോധം മനുഷ്യർക്കുണ്ടെങ്കിൽ സമൂഹം ഇസ്ലാമിനെ കാണാം ആ നീതി നടപ്പിലാക്കുന്ന ഒരു മതം എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറേ ഹറാം ഹലാലുകൾ മാത്രം മനസ്സിലാക്കുമ്പം അതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിന്റെ ലക്ഷ്യമായിട്ട് ഖുർആൻ കുറേ കാര്യം പറയുന്നുണ്ട്. ഇത് തന്നെ ഒരു വിഷയമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഇസ്ലാം ഈ ലോകത്ത് എന്താണ്, എന്തിനാണ് വന്നത് എന്നതിനെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. 2 ആയത്തുകൾ മാത്രം പറയാം. ഒന്നാമത്തെ ആയത്തിൽ സൂറ അറാഫിലെ 157 ആയത്താണ്. ഈ ആയത്തുകൾ കേട്ടു നോക്കുക. എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹ് സാമൂഹികമായ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത്. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. പ്രവാചകന്മാരുടെ ദൗത്യം പറയാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ലോകത്ത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്തി വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. അവർക്ക് എന്താണ് ഹലാലാക്കുന്നത്? ത്വയ്യിബാത്താണ്, നല്ല കാര്യങ്ങളാണ്, നല്ല പവിത്രതയുള്ള വൃത്തിയുള്ള കാര്യങ്ങളാണ് ഹലാലാക്കുന്നത്. എന്താണ് ഹറാമാക്കുന്നത്? മ്ലേച്ഛമായ കാര്യങ്ങളാണ് ഹറാമാക്കുന്നത്. ഇനിയുള്ള പ്രയോഗം വയളഅൻഹും ഇസ്റഹും വഅഗ്ലാലല്ലത്തി കാനത് അലൈഹിം. അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കി വെക്കുന്നു. ആര്? പ്രവാചകൻ. അവരുടെ ഭാരങ്ങൾ, മനുഷ്യരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയും അവരുടെ ചങ്ങലകൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശാലമാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. ഒരു മുസ്ലിം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ ലക്ഷ്യം
ഒരാളുടെ ഭാരം ഇറക്കി വെക്കലാവുമ്പം ഇവിടുത്തെ ദലിതന് ഇസ്ലാമിനെ അനുഭവിക്കാൻ കഴിയും, ഇവിടുത്തെ ആദിവാസിക്ക് ഇസ്ലാമിനെ അനുഭവിക്കാൻ കഴിയും. എല്ലാത്തരം ഭാരം അനുഭവിക്കുന്ന എല്ലാവർക്കും ഇസ്ലാമിനെ നോക്കുമ്പോൾ നമസ്കാരം മാത്രമല്ല കാണുക, ഭാരം ഇറക്കി വെക്കുന്ന ഒരു മതം. അതുപോലെ വിലങ്ങുകളെ, എല്ലാതരം അടിമത്തത്തിൻ്റെയും വിലങ്ങുകളെ പൊട്ടിക്കുന്ന ഒരു മതം, അതാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യമെന്ന് അള്ളാഹ് ഇവിടെ പറയുകയും നമ്മൾ എങ്ങനെയാണ് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് എന്നും കൂടി നമ്മൾ നോക്കുക. രണ്ടാമത്തെ ആയത്ത് സൂറ ഇബ്രാഹിമിലെ 1-ാമത്തെ ആയത്താണ്. എന്തിനാണ് ഇസ്ലാം വന്നത്? ലി തുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇസ്ലാം വന്നത് എന്ന് പറയുമ്പം അതും വളരെ സുന്ദരമായിട്ടുള്ള അവതരണമാണ്. എന്താണ്? മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇസ്ലാം വന്നത് എന്നുള്ളതാണ്. ഇനി ഈ ആയത്തിന്റെ പ്രധാന വിഷയമായ നീതിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ, ഇസ്ലാമിലെ നീതി എന്താണ്? നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നീതി, എന്താണ് ന്യായം എന്ന് വെച്ചാൽ പരസ്പരം തുല്യമാക്കലാണ് നീതി. ഇപ്പം നിങ്ങൾ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ ഡിക്ഷണറിയിലെ ഡെഫിനിഷൻ, ജസ്റ്റിസിൻ്റെ ഡെഫിനിഷൻ, ഒരാൾക്ക് ഡ്യൂ ആയത് അയാൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഡ്യൂ ആയെന്ന് വെച്ചാൽ ഒരാൾക്ക് അവകാശപ്പെട്ടത് അയാൾക്ക് ലഭിക്കുന്നതാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഓരോരുത്തർക്കും അവകാശപ്പെട്ടതിൽ കുറവ് വരാതിരിക്കുകയും പരസ്പരം ഓരോരുത്തർ എന്താണോ അവർക്ക് അവകാശം അത് അവർക്ക് ലഭിക്കലാണെന്ത് നീതി. അതാണ് നീതിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. 3 തരം നീതിയെക്കുറിച്ച് 3 തരം നീതിയുണ്ട്. കുറേ ഡെഫിനേഷൻ ഉണ്ട്. 3 തരം നമ്മളെ പഠനത്തിന് ഈസി ആക്കാൻ വേണ്ടി 3 തരം നീതിയെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിഭവങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ആൾക്കാർക്ക് വിതരണം ചെയ്യുമ്പോൾ അതിൽ നീതി പാലിക്കുക. ഇപ്പോൾ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് പിന്നെ എന്താണ് ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിനും ഇത് കൊടുക്കുമ്പോൾ നീതി പാലിക്കുക. അപ്പം അതിൽ കുറവുള്ള സ്റ്റേറ്റിന് കൂടുതൽ കൊടുക്കേണ്ടി വരും, കൂടുതലുള്ളവർക്ക്. അതാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. രണ്ടാമത് നമ്മൾ ക്രിമിനൽ നിയമത്തിലൊക്കെ കാണുന്നത് റിട്രിബ്യൂട്ടീവും കറക്റ്റീവ് ജസ്റ്റിസ് ആണ്. കറക്റ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ എന്തെങ്കിലും ഒരു മോശം കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു അക്രമം ചെയ്തു, ക്രിമിനൽ കാര്യം ചെയ്തു, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന നിയമത്തിനാണ് എന്ത് പറയുക? കറക്റ്റീവ് ജസ്റ്റിസ് എന്ന് പറയാം. മൂന്നാമത് കോമ്പൻസേറ്ററി ജസ്റ്റിസ് ആണ്. കോമ്പൻസേറ്ററി ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾ കാരണം എനിക്ക് എന്തോ നഷ്ടം വന്നു, അപ്പൊ ആ നഷ്ടം എൻ്റെ നഷ്ടം നികത്താൻ വേണ്ടി ചെയ്യുന്നതിനെയാണ് എന്താ പറയുക? കോമ്പൻസേറ്ററി ജസ്റ്റിസ് എന്ന് പറയാം. ഈ ഇസ്ലാമിലെ നീതിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള നീതിയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തെ ഭൗതികമായ നീതിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മിക്കവാറും ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു രാജ്യത്തിലെ നിയമങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ്. ഇസ്ലാം നിയമങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരു രാജ്യത്ത് എത്ര നീതിപൂർവമായ നിയമം ഉണ്ടായാലും ആ രാജ്യത്തിലെ മനുഷ്യന്മാർക്ക് നീതി കിട്ടണമെന്ന് നിർബന്ധമില്ല. ഭൗതികമായ നീതിയുടെ ഒരു ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇസ്ലാമിക നീതി എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ പോയിന്റാണ് ഈ ആയത്ത് പറയുന്നത്, മീസാൻ. അള്ള പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് തന്നെ നീതിപൂർവമാണ്. അതാണ് മീസാൻ, തുലാസ്. ഇത് ഏത് സൂറത്താണ്? നമുക്ക് അറിയുന്ന സൂറത്താണ്. സൂറ റഹ്മാനിലെ പ്രയോഗമാണ്. എന്താണ് സൂറ റഹ്മാനിലെ പ്രയോഗം? വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ. ഞാൻ എന്ത് ചെയ്തു? ഈ ആകാശത്തെ ഉയർത്തി എന്നിട്ട് തുലാസ് സ്ഥാപിച്ചു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ എന്താണോ ഓരോ ഘടകങ്ങളിലും ആവശ്യം അത് അങ്ങനെ തന്നെ ആ അളവിൽ എന്താണ് അള്ള സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ള പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ എന്താണ് നീതിപൂർവമാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, മീസാൻ. എന്നിട്ട് നമ്മളോട് അള്ള പറയാണ് അല്ലാ തത്ഔ ഫിൽ മീസാൻ. നമ്മൾ എന്ത് ചെയ്യരുത്? അള്ളാന്റെ സൃഷ്ടിപ്പിലുള്ള ഈ നീതിയെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ കൈകടത്തിയിട്ട് അതിനെ അനീതി ആക്കരുത്. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അപ്പൊ ആദ്യത്തെ ഇസ്ലാമിന്റെ നീതി എന്താണ്? പ്രപഞ്ചത്തോടും ഭൂമിയോടും പ്രകൃതിയോടും നമ്മൾ എന്ത് ചെയ്യണം? നീതിപൂർവമായിട്ട് പെരുമാറണം. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത് ഈ നീതിയുടെ നേരെ ഓപ്പോസിറ്റ് ഖുറാനിലെ പ്രയോഗം ദുൽമാണ്. ദുൽമ് എന്ന് പറഞ്ഞാൽ അക്രമമാണ്. അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമം തെറ്റിക്കലാണ്. എന്ത് ദുൽമ് എന്ന് പറയുന്നത്. രണ്ടാമത് അള്ള പറയുന്ന നീതി, ഒന്നാമത് ക്ലിയർ ആണല്ലോ, പ്രപഞ്ചത്തില് അള്ളാന്റെ സൃഷ്ടിപ്പിലെ നീതി. രണ്ടാമത് അള്ള പറയുന്ന നീതി മനുഷ്യനെ സൃഷ്ടിപ്പിൽ തന്നെ അള്ള എന്താണ്? നീതിപൂർവമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക്. അപ്പൊ എന്താണ്? അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് അതിന് രൂപം നൽകി, എന്നിട്ട് എന്ത് ചെയ്തു? വളരെ പ്രൊപ്പോർഷണൽ ആയിട്ട് മൂക്കിന്റെ സ്ഥലത്ത്, കണ്ണിന്റെ സ്ഥലത്ത്, ഹൃദയത്തിന്റെ സ്ഥലത്ത് വളരെ നീതിപൂർവവും വളരെ സന്തുലിതവുമായിട്ട് എന്ത് ചെയ്തു? നമ്മളെ സൃഷ്ടിച്ചു. ഇതാണ് രണ്ടാമത്തെ നീതി.
മൂന്നാമത് ഖുർആൻ പറയുന്ന നീതി, മനുഷ്യൻ ആദ്യം നീതി കാണിക്കേണ്ടത് സൃഷ്ടാവിനോടാണ് എന്നാണ്. എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ അവകാശം അവന് കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? തൗഹീദ്. അതാണ് നമ്മൾ കാണിക്കേണ്ട ആദ്യത്തെ നീതി. നമ്മള് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹിനെയാണ് ഏറ്റവും സ്നേഹിക്കേണ്ടത് എന്ന് പറയുന്നത് അള്ളാഹിന്റെ അവകാശമാണ്. ആ അവകാശം നമ്മൾ കൊടുക്കാതിരിക്കുന്നത് അള്ളാഹിനോട് നമ്മൾ കാണിക്കുന്ന അനീതിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഇന്ന ഷിർക ലദുൽമുൻ അലീം എന്നുള്ളത്. ഷിർക്ക് എന്താണ്? ഷിർക്ക് ഏറ്റവും വലിയ അക്രമമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ആദ്യം കാണിക്കേണ്ട നീതി അള്ളാഹിനോട്. അതാണ് മൂന്നാമത്തെ തലം. നാലാമത്തെ തലം, നാലാമത് നീതി കാണിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക. നമ്മളെ ആത്മാവിനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ കണ്ടെത്താനും അവനെ ആരാധിക്കാനുമാണ്. ആ ആത്മാവിനെ അതല്ലാത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ആത്മാവിനോട് കാണിക്കുന്ന, നമ്മളോട് തന്നെ കാണിക്കുന്ന അനീതിയാണ്. അതുകൊണ്ടാണ് സൂറ അഹ്റാഫിൽ 160 ആയത്തിൽ അള്ളാഹു പറയുന്നത് വമാ വലമൂന വലാകിൻ കാനു അൻഫുസഹും യളിമൂൻ. ഞാൻ അവരോട് എന്ത് ചെയ്തിട്ടില്ല? ഒരു അനീതിയും കാണിച്ചിട്ടില്ല. അവരോട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അനീതി കാണിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത് ഇസ്ലാമിന്റെ നീതി എന്ന് പറയുന്നത് നിയമം കൊണ്ട് മാത്രമല്ല നീതി വേണ്ടത്, ഒരു നീതിബോധം ഓരോ മനുഷ്യനും ഉണ്ടായാലേ സമൂഹത്തിൽ നീതി. അതുകൊണ്ടാണ് ഖുർആനില് ഖിസ്ത് എന്ന സാമൂഹ്യ നീതി പറയുന്നതോടൊപ്പം അദ്ല് എന്ന നീതിബോധത്തെ കുറിച്ച് കൂടി പറയുന്നത്. എന്ന് പറഞ്ഞാല് ഒരു സമൂഹത്തിൽ നീതി ഉണ്ടാവണമെങ്കിൽ അതിൽ ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിൽ എന്ത് വേണം? നീതി ഉണ്ടെങ്കിലേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. നിങ്ങൾ ബാബരി മസ്ജിദിന്റെ വിധിയെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. ഇവിടെ ജഡ്ജുണ്ട്, കോടതിയുണ്ട്, എല്ലാം ഉണ്ട്, നിയമമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ജഡ്ജിന് നീതിബോധം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എത്ര വലിയ നിയമം ഉണ്ടെങ്കിലും അവിടെ നീതി നടപ്പിലാവില്ല. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് നമ്മൾ അലഹബാദ് ഹൈക്കോർട്ടിലെ ജഡ്ജ് ശേഖർ കുമാർ യാദവിന്റെ ഒരു പ്രസ്താവന, ഭയങ്കര വിവാദമായൊരു പ്രസ്താവന. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിന്റെ ഹിതം മാത്രമേ നടക്കുള്ളൂ. ആരാ പറയുന്നത്? ജഡ്ജാണ്. അപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ആ സിറ്റിംഗ് കോടതിയിലെ നീതിയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. എത്ര വലിയ നീതി നിയമമുള്ള ഇതാണെങ്കിലും രാജ്യമാണെങ്കിലും നീതിബോധം മനുഷ്യനില്ലെങ്കിൽ സംഭവിക്കൂല എന്നുള്ളതാണ്. നീതിബോധത്തിന്റെ കണ്ണുനീരാണ് നമ്മൾ ദുഷ്യന്ത് ദവേന്റെ കരച്ചിലൂടെ കണ്ടത്. നീതിബോധത്തിന്റെ കണ്ണുനീര. കാരണം ഒരു മനുഷ്യൻ, അയാൾ മുസ്ലിം ഒന്നും വേണ്ട, ഒരു മനുഷ്യന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പം, അവർക്കെതിരെയുള്ള അനീതിയെക്കുറിച്ച് ആലോചിക്കുമ്പം ഉള്ളിൽ അതില് നിറഞ്ഞതുകൊണ്ട്, നീതിബോധം നിറഞ്ഞുകൊണ്ട് ഓപ്പണായിട്ട് ക്യാമറന്റെ മുന്നിൽ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ, സീനിയർ ആയിട്ടുള്ള മനുഷ്യൻ പൊട്ടിക്കരയാണ്. അതാണ് നീതിബോധത്തിന്റെ കരച്ചിൽ എന്ന് പറയുന്നത്. അപ്പം ഖുർആൻ പറയുന്നത് നീതിബോധം വളരെ പ്രധാനമാണ്. നീതിബോധം മൂല്യമാണ്. ഭൗതികതക്ക് മൂല്യത്തിനെ കുറിച്ച് പറയാൻ കഴിയില്ല, മൂല്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? മതമൊക്കെ പ്രസക്തമാകുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ നീതി ആർക്കാ ആവശ്യം? നീതി ആവശ്യം ദുർബലനാണ്. ഭയങ്കര ശക്തനായ ഒരാൾക്ക് നീതിയെക്കുറിച്ച് അയാൾ പറയേണ്ട ആവശ്യമില്ല. കാരണം സ്വാഭാവികമായിട്ട് അയാൾക്ക് അത് നേടാൻ കഴിയും. അധികാരമുള്ള ആൾക്ക് നീതിബോധം ഉണ്ടെങ്കിലേ ഒരു സ്ഥലത്ത് എന്താവുള്ളൂ? നീതി നടപ്പിലാകുള്ളൂ. നിയമം തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? അധികാരമുള്ളവന് നിയമം ആവശ്യമില്ല, പണക്കാരന് നിയമം ആവശ്യമില്ല. നിയമം ആവശ്യം യഥാർത്ഥത്തിൽ ദുർബലനാണ് എന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇസ്ലാം നീതി നിർബന്ധമാക്കുമ്പം ഇസ്ലാം ആരെയാണ് പരിഗണിക്കുന്നത്? ദുർബലരെയാണ് പരിഗണിക്കുന്നത് എന്നാണ് അത്. ഇനി ആറാമത് ഇസ്ലാമിന്റെ നീതിയെ കുറിച്ചുള്ള കൺസെപ്റ്റ്, ഇസ്ലാം എന്താ ചെയ്യുന്നത്? നീതിയെ നിർബന്ധമായിട്ടുള്ള ഒരു മതധർമ്മമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ആയത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ നീതി പാലിക്കണം എന്നാണ്. നിങ്ങൾ വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ അല്ല, നമ്മളെ കൂടി നിർബന്ധപൂർവ്വം ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. ഓരോ മുസ്ലിമും സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ആ മുസ്ലിമിനെ കൊണ്ട് ലോകത്ത് എന്തുണ്ടാകണം? നീതി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഖുറാനിൽ 2 ആയത്തുകളുണ്ട്. സൂറ നിസായില് 135 ആയത്തും സൂറ മാഇദയിലെ 8 ആയത്തും. രണ്ടും ഒരേപോലത്തെ ആയത്തുകളാണ്. ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. യാ ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. അള്ളാഹു പറയാട്ടോ, അള്ളാഹു നമ്മളോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം? നീതിക്ക് വേണ്ടി എണീറ്റ് നിൽക്കണം. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് ഷഹാദത്ത്, അള്ളാഹ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുള്ളൂ. ഇനി പറയുന്നത് എന്താണ്? വലൗ അലാ അൻഫുസിക്കും, ഇനി നിങ്ങൾക്കെതിരെ ആണെങ്കിലും നിങ്ങൾ എന്തിന്റെ കൂടെ നിൽക്കണം?
നീതിന്റെ കൂടെ നിൽക്കണം. എനിക്കെതിരെയാണെങ്കിലും നീതിന്റെ കൂടെ നിൽക്കണം. അവിൽ വാലിദൈനി വൽ അക്രബീൻ, നിങ്ങളുടെ മാതാപിതാക്കളോ ബന്ധുക്കൾക്കോ എതിരെയാണെങ്കിലും ആരുടെ കൂടെ നിൽക്കണം? നീതിക്കെതിരെ നിൽക്കണം. ഈ യകുൻ ഗനിയൻ ഔ ഫക്കീറൻ, നിങ്ങൾ ഡീൽ ചെയ്യുന്നത് പണക്കാരനോടായിക്കോട്ടെ പാവപ്പെട്ടവനോ ആയിക്കോട്ടെ, നിങ്ങൾ ആരുടെ കൂടെ നിൽക്കണം? നീതിയുടെ കൂടെ നിൽക്കണം. ഫല്ലാഹു ഔലാ ബിഹിമ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര പെർഫെക്റ്റ് നീതിയെ കുറിച്ചാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ഇതിലും ക്ലാരിറ്റിയോടുകൂടി പറയാൻ കഴിയുകയില്ല. കാരണം ഒരാൾക്ക് നീതി നടപ്പിലാക്കാൻ ഇതിലുള്ള ഒരു മെയിൻ ബ്ലോക്കായി നിൽക്കുക അടുത്ത ബന്ധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സംഘടനക്കെതിരെ അല്ലെങ്കിൽ നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ രാജ്യത്തിനെതിരെ, നമ്മളെ കൂടെ ഉള്ളവനെതിരെ പ്രശ്നം വരുമ്പോൾ നമുക്ക് നീതിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര ചോദ്യമല്ലേ. നമ്മൾ പലപ്പോഴും തറവാട് ജീവിയും കുടുംബജീവിയും പിന്നെ ഏതോ സാമുദായിക ജീവിയും സംഘടനാ ജീവിയും മാത്രമാകുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. എന്ന് വെച്ചാൽ പിന്നെ നമുക്കെതിരെയാണെങ്കിലും നീതിക്ക് വേണം നിൽക്കണം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. ഇനി രണ്ടാമത്തെ സൂറ മാഇദയിൽ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, കുറച്ച് മാറ്റി പറയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാന്റെ മാർഗത്തിൽ എണീറ്റ് നിൽക്കണം, നീതിക്ക് എന്ത് ചെയ്യണം? സാക്ഷ്യം വഹിക്കണം. ഇനി ഇവിടെ പറയുന്ന നോക്കൂ, ഇത് ഭയങ്കര പ്രയോഗമാണ്. വലാ യജിരിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, നിങ്ങൾക്ക് ഒരു ജനതയോട് അമർഷമുള്ളത് അവരോട് നീതി പാലിക്കാതിരിക്കാനുള്ള കാരണമാകരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുവിനോടും നീതി പാലിക്കണം എന്നാണ് പറയുന്നത്. നമുക്കൊരാളോട് ദേഷ്യമുണ്ട്, നമുക്ക് RSകാരോട് ദേഷ്യമുണ്ട്, നമുക്ക് പല ആൾക്കാരോടും ദേഷ്യമുണ്ട്, ജൂതനോട് ദേഷ്യമുണ്ട്, പല ആൾക്കാരോടും നമുക്ക് ദേഷ്യമുണ്ട്. ദേഷ്യമുണ്ട് എന്നുള്ളത് എന്തിനു കാരണമാകരുത്? അയാളോട് അനീതി കാണിക്കാൻ കാരണമാകരുത് എന്ന് പറയുന്ന മതത്തിന്റെ ആൾക്കാരാണ് നമ്മൾ എന്നാലോചിക്കുമ്പം എത്രത്തോളമാണ് ഇസ്ലാം പറയുന്ന നീതി എന്ന് ആലോചിച്ച് നോക്കാം. രണ്ട് സംഭവങ്ങൾ മാത്രം പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, ഖുർആന്റെ ആയത്തുകളിൽ നമുക്കറിയില്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം നാണിക്കേണ്ടുന്ന ഒരു ആയത്താണ്. ഇതിറങ്ങിയ സന്ദർഭം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സന്ദർഭമാണ്. മദീനയിൽ ജൂതന്മാർ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു അൻസാരിയുടെ ഒരു മുതൽ കളവ് പോവുകയും അതെടുത്തത് മറ്റൊരു അൻസാരിയാണ് എന്നറിയുകയും എന്നാൽ ആ അൻസാരി പിടിക്കപ്പെടാതിരിക്കാൻ അയാൾ ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി അത് വെക്കുകയും ജൂതനെതിരെ അത് ആരോപിക്കുകയും പ്രവാചകനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയും ചെയ്തിട്ട് പ്രവാചകൻ ജൂതനെതിരെ വിധിക്കാൻ പോയ സമയത്ത് ഖുർആൻ ആയത്തിറങ്ങി എന്നാണ്. ഖുർആൻ ആയത്തിറങ്ങിയിട്ട് പറയാണ്, ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ്, പ്രവാചകനോട് പറയാണ്, നിനക്ക് ഞാൻ കിതാബ് ഇറക്കിയത് ബിൽ ഹക്കി ലി തഹ്കുമ ബൈനൻ നാസി ബിമാ അറാക്കല്ലാഹ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വിധിക്കാനല്ല, ഞാൻ പറഞ്ഞതുപോലെ നീതിയോടുകൂടി വിധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് കിതാബ് ഇറക്കിയത്. വലാ തകുൽ ലിൽ ഖായിനീന ഹസീമ, നീ വഞ്ചകന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യരുത്? വാദിക്കരുത്. ഈ ആയത്തിനെ വെച്ചുകൊണ്ട് സെയ്ദ് കുത്തുബ് ഫീലിൽ ഖുർആനിൽ ഭൗതികമായിട്ട് മുസ്ലിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ 3 ശക്തമായ കാരണമുണ്ട് ജൂതനെതിരെ വിധിക്കാൻ. ഭൗതികമായിട്ടാണ് ചിന്തിച്ചിരുന്നെങ്കിൽ അതിലൊന്നാമത്തെ കാരണം, അന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചിരുന്ന ആരായിരുന്നു? ജൂതന്മാർ. അപ്പൊ നമ്മളൊക്കെയാണെന്ന് വിചാരിക്കുക, എന്തായാലും അവർ നല്ല പണി ഇങ്ങോട്ട് തരുന്നുണ്ട്, ഒരു പണി അങ്ങോട്ടും കൊടുക്കാലോ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അത്രയും മുസ്ലിങ്ങളെ ആക്രമിച്ചിരുന്നു. 2, അദ്ദേഹം പറയുന്നത് അൻസാരികൾ സഹായിച്ചത് കൊണ്ടാണ് മുഹാജിരിങ്ങൾക്ക് മദീനയിൽ ഒരു സ്പേസ് ഉണ്ടായത്. എന്ന് വെച്ചാൽ മദീനയിൽ അൻസാരികൾ സഹായിച്ചത് കൊണ്ടാണ് എന്തുണ്ടായത്? മക്കയിൽ നിന്ന് വന്ന മുഹാജിരിങ്ങൾക്ക് ആ അൻസാരിക്കെതിരെയാണ് ആര് വിധിക്കേണ്ടത്? പ്രവാചകന് വിധിക്കേണ്ടത്. ചിലപ്പോൾ അൻസാരികൾ തന്നെ മൊത്തം എന്തായി പോയനെ. അതും അവർക്കൊരു ഭയം. നമ്മൾ ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് നീതി, ആ നീതിയെക്കുറിച്ച്. 3ാമത് സെയ്ദ് കുത്തുബ് പറയുന്നത്, ജൂതന്മാർക്ക് മുസ്ലിങ്ങൾക്കെതിരെ നല്ലൊരു ടൂളും ആയുധവുമായിട്ട് എന്ത് ചെയ്യും? ഈ വിധി മാറും. കാരണം ജൂതന് പറഞ്ഞു വരുത്താൻ എന്ത്, ഇയാൾ ഭയങ്കര മുസ്ലിമും ഖുറാനൊക്കെ ഉള്ള ആളാണ്, പക്ഷെ എന്ത് ചെയ്യുന്നു, എനിക്കെതിരെ ദുരാപരോണം പറഞ്ഞു, അയാൾക്ക് നല്ല ആയുധം. ഈ 3 കാരണവും വെച്ചിട്ട് അന്നത്തെ മുസ്ലിങ്ങൾക്ക് ഭൗതികമായി ചിന്തിച്ചിരുന്നെങ്കിൽ ഈസിലി തീരുമാനിക്കാമായിരുന്നു എന്ത്, ജൂതനെതിരെ വിധിക്കാൻ. പക്ഷെ അള്ളാഹു മതം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. 2ാമത് ഉള്ള സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലത്തെ സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ഗോത്രത്തിലെ കളവ് കേസിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് അതേ ഗോത്രത്തിൽ ഒരു സഹാബി വാദിക്കാൻ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്യാണ്, നമുക്ക് അറിയാവുന്ന വാക്യാണ്. ഈ വിഷയം പറയുമ്പോൾ അത് പറയൽ നിർബന്ധമായതുകൊണ്ട് ഞാൻ പറയാണ്. പ്രവാചകൻ പറയുന്നത്, കട്ടത് എൻ്റെ മകൾ ഫാത്തിമ ആണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യും? ശിക്ഷ നടപ്പാക്കുമെന്നാണ്. കട്ടത് എൻ്റെ മകൾ ഫാത്തിമ ആണെങ്കിൽ പോലും ഞാൻ ശിക്ഷ നടപ്പിലാക്കും എന്നുള്ളതാണ്. അവസാനം
ഉമർ റളിയല്ലാഹുവിന്റെ കുറേ ഒരു ക്ലാസ് തന്നെ എടുത്തിട്ട് പറയാവുന്നതാണ് ഉമർ റളിയല്ലാഹുവിന്റെ നീതിബോധത്തെ കുറിച്ച്. അതിലൊരു സംഭവം മാത്രം, ഇത് നമുക്ക് അറിയാവുന്ന സംഭവമാണ്, പക്ഷെ നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ എവിടെയോ നമ്മുടെ ഉള്ളിൽ തട്ടി നമ്മൾ അങ്ങനെ ആയി മാറാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് അംർ ഇബ്നു ആസ് ഈജിപ്തിന്റെ ഗവർണറാണ്. ഇത് ഓരോന്നും പറയുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കണം. ഈജിപ്ത് എന്ന വലിയ പ്രദേശത്തെ ഗവർണറാണ് ആര്? അംർ ഇബ്നു ആസ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്തു? ഒരു മത്സരത്തിലോ എന്തോ പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ അവിടുത്തെ ഒരു ക്രിസ്ത്യാനിയുടെ മുഖത്ത് എന്ത് ചെയ്തു? അടിച്ചു. അപ്പം അയാൾ എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹുവിനെ നല്ലോണം അറിയുന്നതുകൊണ്ട് മദീന വരെ യാത്ര ചെയ്തിട്ട് ഉമർ റളിയല്ലാഹുവിനോട് എന്ത് ചെയ്തു? കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ ആരാണ്? ഈജിപ്തിന്റെ ഗവർണറെ കുറിച്ചാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു എന്താ ചെയ്തത്? ഉമർ റളിയല്ലാഹു അംർ ഇബ്നു ആസിന്റെ മകനെ വിളിച്ചിട്ട് ഇയാളെ കൊണ്ട് അയാളെ മുഖത്ത് അടുപ്പിച്ചു. എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യാനി ആണ്, മുസ്ലിമാണ്, പല പ്രശ്നങ്ങളും ഉണ്ട് അവിടെ, ഒരു ഗവർണറിന്റെ മോനാണ്. ഇതൊക്കെ നിൽക്കെ തന്നെ എന്ത് ചെയ്തു? അയാളുടെ മുഖത്ത് എല്ലാവരും നോക്കി നിൽക്കെ ഉമർ റളിയല്ലാഹു അടുപ്പിച്ചു. ഈ മതത്തിന്റെ പിൻഗാമികളാണ് നമ്മൾ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും. അവസാനം ഈ വിഷയത്തിൽ പിന്നെ ഒരു പോയിന്റും കൂടെ ചേർത്ത് വെക്കേണ്ടത്, പൂർണ്ണ നീതി ഒരാൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ, അത് പടച്ചവന് മാത്രമാണ് എന്നുള്ളതും ഖുർആന്റെ പാഠമാണ്. അതുകൊണ്ടാണ് പരലോകത്തിന്റെ യുക്തി അതാണ്. ഈ ലോകത്തെ എങ്ങനെയൊക്കെ നമ്മൾ നീതി നടപ്പിലാക്കാൻ നോക്കിയാലും അതിനെന്ത് ചെയ്യും? അതിന് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ സക്കരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിരൂര് യുവാവ് എത്രയോ കാലമായിട്ട് തീവ്രവാദ കേസിൽ ഉള്ളിലാണ്. ഇനി അയാളെ നമ്മൾ പുറത്തിറക്കി നോക്കുക, എന്തോ കാരണം കൊണ്ട് പുറത്തിറക്കി. ഇത്രയും വർഷങ്ങളുണ്ടല്ലോ ആ യുവാവിന്റെ പോയ ഇത്രയും വർഷങ്ങൾ, കോമ്പൻസേറ്ററി ജസ്റ്റിസ് അതെങ്ങനെ കൊടുക്കുക? ഭൂമിയിൽ അത് സാധ്യമല്ല. പൂർണ്ണമായ നീതി അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാരണം, നീതി അറിവുമായി ബന്ധപ്പെട്ടാണ്. അറിവ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഒരാൾക്ക് നീതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഒരു ഉദാഹരണം, ഇപ്പൊ സംവരണം എന്ന് പറഞ്ഞൊരു നിയമമുണ്ടല്ലോ. സംവരണം നീതിയാണ് എന്നൊരാൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദലിത് സമൂഹത്തിന്റെ ചരിത്രം അറിഞ്ഞാലേ അയാൾക്ക് നീതി നടക്കാൻ പറ്റും. അള്ളാഹ്ക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണ നീതി സാധ്യമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാരണം എന്താണ്? അള്ളാഹ്ക്ക് നമ്മുടെ ഉദ്ദേശം അറിയാം, അള്ളാഹ്ക്ക് എന്തുകൊണ്ട് ഒരാളത് ചെയ്തെന്നറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നീതി നടപ്പിലാക്കാൻ ഒരു ശക്തിക്കേ സാധ്യമാവുള്ളൂ, അത് പടച്ചവന് മാത്രമാണ്. അതുകൊണ്ടാണ് മഹ്ശറ പ്രസക്തമാകുന്നത്. മഹ്ശറയുടെ ലോജിക്കും റീസണും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഭൂമിയിൽ പല ആൾക്കാരും എന്ത് ചെയ്യണം? അനീതി അനുഭവിച്ചുകൊണ്ട് മരണപ്പെട്ട് പോകേണ്ടി വരും. പടച്ചവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉള്ളിൽ ഇസ്ലാം പറഞ്ഞ പൂർണ്ണതയിലുള്ള നീതിയുടെ ഒരു അംശമെങ്കിലും അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ. പടച്ചവൻ നമ്മിൽ നിന്ന് എന്തെങ്കിലും അനീതി വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു ഗസയിലെയും സിറിയയിലെയും ലെബനോണിലെയൊക്കെ ജനങ്ങൾക്ക് സമാധാനവും നീതിയും അള്ളാഹു ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.